തെണ്ടാ പോയില്ലേ നിങ്ങളോടാ ചോദിച്ചത്. നിനക്കെന്താണ് ഇത്ര പുച്ഛം? ഒരു പൊതുപ്രവർത്തകനായി ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനായിട്ട് പുറത്തിറങ്ങി നടന്ന് അതൊക്കെ പരിഹരിച്ചിട്ടിരിക്കുക. അത് നിനക്ക് തെണ്ടലായിട്ട് തോന്നണമെങ്കിൽ അത് നിന്റെ കുഴപ്പം. എന്റെ കണ്ണിൽ അത് തെണ്ടല് തന്നെയാ. നിങ്ങൾക്ക് നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ഒരു ഭാര്യ മകളുണ്ട്, അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെ അന്വേഷിക്കണമെങ്കിലേ സ്വന്തമായിട്ട് വരുമാനവും ജോലിയും വേണം. ഇതെങ്ങനെയാ? രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളമിട്ട് അങ്ങോട്ട് പോകും. പാർട്ടി ഓഫീസ് മറിക്കാനില്ലെങ്കിൽ കയറി ഇരുന്ന് അങ്ങോട്ട് അടുക്കളയിലെ പാത്രം മുഴുവൻ അങ്ങ് കാലിയാക്കും. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്തൊരു മനുഷ്യൻ. ഇങ്ങനെയുണ്ടോ? ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ വീട്ടില് ഭാര്യയ്ക്ക് ഉടുക്കാനുണ്ടോ, ഉണ്ണാനുണ്ടോ, കൊച്ചിനെന്തെങ്കിലും ഉണ്ടോ? അതൊന്നും അന്വേഷിക്കണ്ടോ? നാട്ടുകാരുടെ കാര്യം അന്വേഷിക്കാൻ നടക്കണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊരു ജോലി ഉണ്ടോ? അല്ല, നിങ്ങൾക്കൊരു ജോലി ഉണ്ടോ? ഭാഗ്യക്കാർ പേരൊക്കെ കയറിയിരിക്കായിരിക്കും. നിങ്ങൾക്ക് ജോലിയില്ല, കൂലിയില്ലാതെ വന്നോളും. എന്നിട്ട് കരക്ക നിങ്ങൾക്ക് നാട്ടിൽ വില ഉണ്ടാവില്ല, വീട്ടിലും വില ഉണ്ടാവില്ല ഒരു കാലത്ത്. എന്നാ കയ്യിലിരിപ്പ് നല്ലതായിരിക്കണം. നിങ്ങൾക്ക് വിലയില്ലാത്ത കാരണം ഞാനിങ്ങനെ ഓരോരുത്തർ എടുത്തു പോയി നാണം കടലിൽ വരുന്നത്. ഒരാങ്ങളുള്ള ഒരു സാധനം മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരോട് മുഴുവൻ ഞാനത് ബോധിപ്പിക്കണം. എന്റെ ഭർത്താവിന് കഴിവുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഈ സാരിക്ക് എന്താടി ഒരു കുഴപ്പം? ഈ സാരിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മക്ക് ഇച്ചിരി സൗന്ദര്യം ഉണ്ടായിപ്പോയി. ഈ സാരി ഉടുത്തപ്പോഴത്തേനും പലർക്കും ഇവിടെ കണ്ണിക്കടി. അപ്പൊ പറയാണ് കെട്ടിയാന് കഴിവില്ലാന്ന്. കെട്ടിയാന് കഴിവില്ലാത്തത് സത്യമാ. ഈ കെട്ടിയാന് കഴിവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടി എനിക്ക് മതിയായി. വഴികൂടി പോണവരും വീട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി, എന്താടി ഇതിന്റെ ഭർത്താവിന് പണി? നിനക്ക് എന്താടി അവൻ മേടിച്ചെന്നു? തൊലി ഉരിഞ്ഞു പോവല്ലേ? എന്ത് പറഞ്ഞിട്ട് എന്താ? നാണം ഉണ്ടോ? നാണം ഉണ്ടാവില്ല, മാനം ഉണ്ടാവില്ല. ജീവിതം